സാൻഡി അൽബാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെള്ളരിക്ക കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളരിക്ക 4 കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മുറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം, കാരണം വളരെ പോഷക ഗുണമുള്ളതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമ്മൾ വെള്ളരിക്ക നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി, ഇതിപ്പോൾ ഞാൻ ആദ്യമേ കഴുകിയൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറിയിലൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വെളിയിൽ കളയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ചീത്തയായി പോകുന്നൊരു വസ്തു കൂടെയാണ് വെള്ളരിക്ക. നമ്മൾ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞായിട്ട് മാങ്ങ അരിയും പോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഏതാണ് ഡിഷ് എന്നല്ലേ, നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കളയുകയും വേണ്ട, നമുക്ക് ഇനിയിപ്പോൾ അച്ചാറിന് വേണ്ടി വേറൊരു സാധനം നിങ്ങൾ അന്വേഷിച്ച് പോകുകയും വേണ്ട. അപ്പോൾ നമ്മളിത് ഈ രീതിയിൽ അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുന്നതേ ഉള്ളൂ. നന്നായിട്ട് നമ്മൾ കഴുകി നല്ല 1-2 വെള്ളത്തിൽ കഴുകി നമ്മൾ നന്നായിട്ട് എടുക്കാം. നല്ല പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളിത് പിഴിഞ്ഞ് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ അത് ഞെരടി തന്നെ എടുത്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം നമുക്കിത് ഉപ്പിലിടോ അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള അസുഖക്കാർക്കൊന്നും കഴിക്കാൻ പറ്റാതിരിക്കാനുള്ളൊരു അച്ചാറല്ല. അപ്പോൾ ഉണ്ടാക്കി നമ്മൾ അപ്പോൾ തന്നെ കഴിക്കുന്ന ഒരു അച്ചാറും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ പച്ചമുളക്, കറിവേപ്പില, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഓരോ സാധനം, അതായത് എടുക്കുന്ന ആ വെള്ളരിക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കണം നമ്മൾ അത് സാധനങ്ങളോട് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ കടുക്, ഉലുവ, വറ്റൽമുളക് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് കടുവറുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും, വേഗത്തിൽ അതിനകത്ത് ഉപ്പ് പിടിക്കാനും ഇടയാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒരു 2 സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇവിടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി. ഞാനിവിടെ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാശ്മീരി ചില്ലി നിറത്തിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ കുറച്ചുകൂടെ കായം കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം നമ്മൾ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പം വിനാഗിരി ഒഴിക്കുന്നവർക്ക് ഒഴിക്കാൻ ഇല്ല, കാരണം ഒരു പുളിപ്പൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളരിക്കയല്ലേ, അപ്പോൾ അച്ചാറിൻ്റെ ഒരു ഗമയൊക്കെ വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ആപ്പിൾ വിനെഗറൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ സാധാരണ നോർമൽ വിനെഗറാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഉപ്പ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടാണല്ലോ, അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ അച്ചാറിന് കൂട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളരിക്ക അച്ചാറിൻ്റെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വെളിയിൽ കളയുന്ന സാധനം കൊണ്ട് വളരെ ഈസി ആയിട്ട് രുചികരമായ വേഗത്തിൽ തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.